ഹലോ ഫ്രണ്ട്സ്, ലൈക്കർ വേൾഡ് ഇന്ന് യാത്ര നടത്തുന്നത് മൺട്രോ തുരുത്ത് കാഴ്ചകളിലൂടെയാണ്. നോക്കിക്കേ. ഹായ്. കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് ഞങ്ങൾ മൺട്രോ തുരുത്ത് കാണാൻ പോയത്. തിരുവനന്തപുരത്ത് ട്രെയിനിന് പോകുമ്പോഴൊക്കെയും എന്നെങ്കിലും ഒരിക്കൽ അവിടെ പോകണമെന്ന് ഓർത്തിട്ടുണ്ട്. ഇന്നാണ് ആ ദിവസം ഒത്തുവന്നത്. വീട്ടിൽ നിന്ന് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അമ്മ, വാവ, ടുടിച്ചട്ടായി, പിന്നെ ഞാൻ. ഉച്ച സമയത്താണ് ഞങ്ങൾ സത്യത്തിൽ ഈ യാത്ര തീരുമാനമെടുത്തത്. അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയ പാലപ്പവും ചിക്കൻ കറിയും, കഴിക്കാൻ വേണ്ട പ്ലേറ്റ്സും, കുടിക്കാനുള്ള വെള്ളവും ഗ്ലാസും ഒക്കെ എടുത്ത് ഷടപടെ റെഡിയായി ഇറങ്ങി. സ്ഥലം ട്രെയിൻ കാഴ്ചയിൽ മാത്രമേ ഞങ്ങൾക്കറിയാവൂ. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. വണ്ടി ഓടിക്കുന്നത് ടുട്ടിച്ചട്ടായി വീടൊക്കെ പൂട്ടി താക്കോൽ അവിടെ തന്നെ വെച്ചു. അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുകയാണ്. അവർ കുറച്ച് കഴിയുമ്പോൾ വരും. അമ്മ ഗേറ്റ് പൂട്ടാൻ റെഡിയായി. ആ സമയത്ത് ഞാൻ ചാടി വണ്ടി കയറി. പുറകെ അമ്മയും, പിന്നാലെ ടുട്ടിച്ചേട്ടനും. കൊല്ലകടവ് ചാരുമൂട് റൂട്ട് വഴി കയറിയാണ് അങ്ങോട്ടേക്ക് പോയത്. വീട്ടിൽ നിന്ന് മൺട്രോ തുരുത്തെന്ന് പറഞ്ഞിറങ്ങിയിട്ട് ചെന്ന് നിന്നതോ സാമ്പ്രാണിക്കോടി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് സാമ്പ്രാണിക്കോടിയും മൺട്രോ തുരുത്തും രണ്ടും 2 ഐലൻഡുകളാണെന്ന്. ഈ സമയത്ത് കുറേ ഹൗസ് ബോട്ടുകൾ മാത്രമേ അവിടെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പുറത്ത് മാറി കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട്. പക്ഷേ ആരും തന്നെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരോടും അന്വേഷിക്കാനും പോയില്ല മൺട്രോ തുരുത്തിലേക്കുള്ള വഴിയും. കുറച്ചു നേരം അവിടെ ചുറ്റി അടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ മൺട്രോ തുരുത്തിലേക്ക് യാത്ര തിരിച്ചു. കുറച്ചിങ്ങോട്ട് മാറി ഒരു ആൻറ്റിയുടെ ചായക്കടയിൽ വഴി ചോദിക്കാൻ നിർത്തി. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആൻറ്റി ചോദിച്ചു ചായ എടുക്കട്ടെ എന്ന്. പിന്നെ അവർ 3 പേരും ഓരോ ചായയും കടിയും കഴിക്കാൻ തീരുമാനിച്ചു. ആൻറ്റി ചായ എടുക്കുന്ന ആ സമയത്ത് ഞാനും വാവയും കൂടി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാം റീൽസിലും സാമ്പ്രാണിക്കോടിയുടെ വീഡിയോസ് കാണുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് നിന്ന സ്ഥലത്താണ് ഈ സാമ്പ്രാണിക്കോടി ഐലൻഡ്. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കാണുന്ന മുട്ടോളം വെള്ളത്തിൽ നമുക്ക് കായലിൻ്റെ നടുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സെറ്റപ്പ് അവിടെയായിരുന്നു. നമുക്കത് കാണാനൊന്നും സാധിച്ചില്ല. ഞങ്ങൾ അവിടുന്ന് കടയിലുണ്ടായിരുന്ന അങ്കിളിനോട് മൺട്രോ തുരുത്തിലേക്കുള്ള വഴി കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കി. പുള്ളി നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. കടയിലെ ആൻറ്റി ഞങ്ങളോട് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. ഞങ്ങളന്നേരം പറഞ്ഞു കോട്ടയത്തു നിന്നാണ് വരുന്നത്. ആ ആൻറ്റിക്ക് ഭയങ്കര അതിശയമായിരുന്നു കോട്ടയത്തു നിന്ന് ഇവിടെ വരെ വന്നെന്ന്. നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ടും ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടുമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ ആകൃഷ്ടരായത്. ഈ വർത്തമാനത്തിന് ഇടയിൽ തന്നെ 3 പേരും ഓരോ ചായയും ഓരോ ഏത്തയ്ക്കാപ്പവും കഴിച്ചു. അതിൽ വാവയുടെ ഏത്തയ്ക്കാപ്പത്തിൻ്റെ ഒരു ലേശം പീസെടുത്ത് ഞാൻ ടേസ്റ്റ് നോക്കി. നല്ല ഏത്തയ്ക്കാപ്പമായിരുന്നു. സത്യത്തിൽ ആ സമയം വീട്ടിലെ ചായ സമയമായിരുന്നു. ഏകദേശം 4 മണിയോട് അടുക്കാറായിരുന്നു. അവിടുന്ന് ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ മൺട്രോ തുരുത്തിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ഒരുപാട് കനാൽ ബോട്ടിംഗ് ബോർഡുകളും ചേട്ടന്മാരും അങ്കിളുമാരും ഒക്കെ വഴിയിൽ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നതും കാണാമായിരുന്നു. വഴി കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിലും ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് വഴിയിൽ ഒരാളോടുകൂടി ചോദിച്ചു. ചേട്ടനോട് വഴി ചോദിച്ചു. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാക്കിയിട്ട ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു അത് ബോട്ട് ഡ്രൈവറായിരിക്കുന്നത്. പക്ഷേ അതൊരു KSEBയിൽ ജോലി ചെയ്യുന്ന ചേട്ടനായിരുന്നു. അപ്പം ഞാൻ ഇവരോട് പറയുവാണ് ആ നിൽക്കുന്ന ഒരു ബോട്ടിൻ്റെ ഡ്രൈവറാണെന്ന് പറയുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അത് പറഞ്ഞ് വാവ എന്നെ കളിയാക്കുവാണ് തെറ്റിപ്പോയെന്ന്. ഇപ്പം ടുടിച്ചട്ടായി പറയുവാണ് മാപ്പ് നോക്കിക്കോ. എന്നെ സംശയമായി തോന്നുന്നു. മാപ്പ് നോക്കി ഞാൻ വഴി തെറ്റിച്ചത് കൊണ്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ചുറ്റുമല അമ്പലമായോ നോക്കാൻ പറയുന്നുണ്ട്. അത് ആ അങ്കിള് പറഞ്ഞു തന്ന അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ മതിയെന്ന് അങ്കിള് പറഞ്ഞു തന്നാണ്. അപ്പം എന്നോട് ചോദിക്കുകയാണ് ചുറ്റുമല ആറായോ, മാപ്പ് നീ നോക്കുന്നുണ്ടോ എന്ന്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും വഴിയിലെല്ലാം ഈ ബോട്ടിങ്ങിൻ്റെ കാർഡും പിടിച്ചുകൊണ്ട് ചേട്ടന്മാരും പിള്ളേരും അങ്കിളുമാരും ഒക്കെ നിൽക്കുവാണ്. നല്ല ഭംഗിയുണ്ട് ഈ മൺട്രോ തുരുത്ത് ഏരിയ കാണാൻ. തെങ്ങൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിന്ന് ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി നമുക്ക് ഈ വീഡിയോയ്ക്ക് കാണാൻ പറ്റും. അവിടുത്തെ ആ ഏരിയ കണ്ടപ്പോഴത്തേക്കും ഭംഗി കാണാനായിട്ട് വണ്ടി ചെറുതായി ഒന്ന് സ്ലോ ചെയ്തപ്പോഴത്തേക്കും ടുടിച്ചട്ടായി പറഞ്ഞു വണ്ടി വിട്ടോ. നമ്മൾ ഈ കായൽ കാഴ്ചകൾ എന്നൊക്കെ പറയില്ലേ, പെട്ടെന്നൊരു കായൽ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് എന്താ, കായൽ, സൈഡിൽ തെങ്ങ്, ചാഞ്ഞ മരങ്ങൾ, അതിൻ്റെ സൈഡിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ബോട്ട്, ചെറിയ വള്ളങ്ങൾ. ആ ഒരു കാഴ്ചയാണ് ഞങ്ങൾ അവിടെ മുഴുവൻ കണ്ടത്.
ഏകദേശം ഞങ്ങൾ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ യാത്ര തിരിച്ചു വരുന്ന വഴിയാണ് ഞങ്ങൾ സത്യത്തിൽ ഈ ബോട്ടിങ്ങിലേക്ക് മൺട്രോത്തുരുത്ത് കായലിലൂടെയുള്ള യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടി നിർത്തിയത്. ബോട്ടിങ്ങിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഏകദേശം ഈ മൺട്രോത്തുരുത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ എൻഡിങ് റോഡ് വരെ ഞങ്ങളൊന്ന് പോയിരുന്നു. ചുമ്മാ ആ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട്. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് കൊണ്ടുപോയി ചേട്ടനെ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് ചേട്ടൻ്റെ അടുക്ക നിർത്തിയതും റേറ്റ് കാര്യങ്ങളും ഒക്കെ ചോദിച്ചത്. പിന്നെ ഈ ചേട്ടനോട് ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചു. അപ്പം 2 മണിക്കൂറത്തേക്ക് 1000 രൂപ പറഞ്ഞു. അപ്പം നമുക്ക് 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മൾ 1 മണിക്കൂറത്തേക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു. അപ്പം പുള്ളി പറഞ്ഞു 500 രൂപ, 1 മണിക്കൂറത്തേക്ക് 500 രൂപ. അപ്പം ഞങ്ങൾ ഓക്കെ ആയിരുന്നു. പിന്നെ പുള്ളി ഞങ്ങളെ കുറേ നിർബന്ധിച്ചു സൂര്യാസ്തമനം കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 1 മണിക്കൂറാക്കി മാറ്റി. സത്യത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ. കായലിൽ കൂടെ ഒരു ബോട്ടിലൊക്കെ പോകാന്നൊക്കെ പറഞ്ഞാൽ അത് ഓളമല്ലേ. പിന്നെ നമുക്ക് കോട്ടയം വരെ വരേണ്ടതുകൊണ്ട് നമ്മളത് പിന്നെ വേണ്ടെന്ന് വെച്ചത്. ഈ കാണുന്നതാണ് ചേട്ടൻ്റെ വള്ളം. അപ്പോൾ ഈ വള്ളത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ വള്ളം തുഴഞ്ഞത് ചേട്ടനല്ല, ചേട്ടൻ്റെ വേറെ ഒരാളുണ്ടായിരുന്നു. ആ പുള്ളിയെ വിളിച്ച് വരുത്തി ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കുകയായിരുന്നു. നിഖിൽ ചേട്ടൻ വള്ളം ഞങ്ങളുടെ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് വന്നു. അപ്പം ഞങ്ങളെ കൊണ്ടുവന്ന ചേട്ടൻ വള്ളം ഇങ്ങനെ ചവിട്ടി പിടിച്ചു അടുപ്പിക്കുന്നതിന് കുറച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറി. ആദ്യം ടുട്ടിച്ചേട്ടായി കയറി, അമ്മ കയറി, വാവ കയറി, പിന്നെ ഞാൻ കയറി. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഓരോ കുട തന്നു. വള്ളത്തിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഓരോ കുട തന്നു. യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ചേട്ടനോട് പറയുകയാണ്, ചേട്ടാ 1 മണിക്കൂർ കൊണ്ട് മാക്സിമം ഞങ്ങളെ എല്ലായിടത്തും കോട്ടയം വരെ പോകാൻ 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം, ഞങ്ങൾക്ക് കോട്ടയം വരെ പോകാനാണ്. അതൊക്കെ നീങ്ങുകയാണ്. ഞാനിങ്ങനെ ആ സൈഡിൽ നിൽക്കുന്ന ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി വള്ളത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഞാനായിരിക്കുന്നത്. ഞങ്ങൾ വള്ളത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ യാത്ര കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നവരെ ഒരുപാട് പേരെ കണ്ടു. അവരെല്ലാം ഹായ്, ഞങ്ങളുടെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. ഞാനൊരു ഫോണും പിടിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചേക്കുന്ന പോലെ ഇരിപ്പുണ്ട്, കാലൊക്കെ നീട്ടി വെച്ചായിരിക്കുന്നത്. നിഖിൽ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ഓരോരോ കൃഷിക്കാര്യങ്ങളും പ്രത്യേകതകളും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. നല്ലൊരു കമ്പാനിയനായിരുന്നു പുള്ളിക്കാരന്. ഞങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ടുട്ടിച്ചേട്ടായി ചോദിക്കുന്നുണ്ട്, വാവ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. പ്രശ്നം ചേട്ടൻ്റെ സൗണ്ട് കുറവായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. സത്യം പറഞ്ഞാൽ കണ്ടൽക്കാട് ഞാനിതുവരെ കണ്ടിട്ടില്ല. ചെടി അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാടും പോച്ചയും എല്ലാം കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ചേട്ടാ എന്താ ഇതാണോ കണ്ടില്ല, ഇതാണോ കണ്ടല്ലോ ചോദിക്കുന്നുണ്ട്. ഒടുവിൽ ചേട്ടന് ശല്യം സഹിക്കാതെ വയ്യാതെ ഞാൻ തോന്നുന്നു ചേട്ടൻ എനിക്ക് കണ്ടൽ കാണിച്ചു തന്നു. ഞാനിങ്ങനെ സൈഡ് ചേർന്ന് പോയപ്പോഴത്തേക്കും വേറെ റോങ് സൈഡിൽ ഒരു വള്ളം കയറി വന്നു. ഞങ്ങൾ ആ വള്ളവുമായിട്ട് ചെറുതായിട്ട് ആൻറ്റിമാരും പേടിച്ചു, ഞാനും പേടിച്ചു. എനിക്ക് ഏറ്റവും പേടി തോന്നി, ഞാനല്ലേ ഏറ്റവും ആദ്യം ഇരിക്കുന്നത്, നമുക്ക് എന്താ ചെയ്യാന്നറിയില്ലല്ലോ. അപ്പം അങ്ങനെ പേടി തോന്നി. പിന്നെ ചേട്ടൻ അത് ബാലൻസ് ചെയ്ത് ഓക്കെ ആക്കി. നിഖിൽ ചേട്ടനാണെങ്കിൽ വള്ളത്തിന്റെ സൈഡിൽ കൂടെ കൂളായിട്ടാണ് നടന്നു പോകുന്നത്. നമ്മൾ റോഡിൽ കൂടെ നടക്കുന്ന പോലെ ചേട്ടൻ വള്ളത്തിൽ കൂടെ നടന്നു പോകുന്നത്. എനിക്കൊക്കെയാണ് പേടിയാ. കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പേടി തോന്നി. ചേട്ടൻ കൂളായിട്ട് നടന്നു പോകുക. ഞങ്ങളിങ്ങനെ ഒരു വളവ് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോഴത്തേക്കും 2 വള്ളത്തിൽ ഇങ്ങനത്തെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം തൊട്ട് പുറകിലത്തെ വള്ളത്തിൽ ഫോട്ടോഷൂട്ട് നടക്കുവാണ്. പുള്ളിക്കാരി ഇങ്ങനെ ടൈറ്റാനിക്കിൽ ജാക്കും റോസും നിൽക്കുന്ന പോലെയാണ് നിന്നത്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരി പൊസിഷൻ അങ്ങ് മാറ്റി. മൺട്രോത്തുരുത്തിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കണ്ടൽ ആർച്ചിൽ കയറാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ആർച്ച് പോലെ കണ്ടൽ ചെടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പോകാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പോകുന്നത്. അങ്ങോട്ട് പോകണമെങ്കിൽ ഇതാണ്ട് ആ കാണുന്ന പാലം, അതിൻ്റെ അടിയിൽ കൂടി നമ്മൾ വള്ളത്തിൽ കുനിഞ്ഞിരുന്ന് വേണം പോകാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കിനി കുനിഞ്ഞ് ഇരുന്നിരിക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ ടുട്ടിച്ചേട്ടയുടെ മടിയിലോട്ട് ഞാനിങ്ങനെ തല വെച്ച് കിടന്നു. ഇപ്പോൾ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഞാനിങ്ങനെ പോകുമ്പോൾ ടുട്ടിച്ചേട്ട ഇങ്ങനെ കുനിഞ്ഞിരുന്നു, ബാക്കിലേക്ക് കുനിഞ്ഞിരുന്നു. അപ്പം ഞാൻ പുള്ളിയുടെ മടിയിലോട്ട് കിടന്നു. വാവ കുനിഞ്ഞിരുന്നു. അമ്മയാണെങ്കിൽ വള്ളത്തിൽ ഇറങ്ങിയിരുന്നു. പിന്നെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടേ ഇല്ല.
പാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് പഴയ പോലെ കയറിയിരുന്നു. പക്ഷെ അമ്മ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. അമ്മയ്ക്ക് ആ ഇരിപ്പ് അങ്ങ് സുഖിച്ചു പോയെന്ന് തോന്നുന്നു. അമ്മ അവിടെ തന്നെ ഇരുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ വാവ എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വന്നു. പക്ഷേ ഞാൻ അതിന് മുന്നേ എഴുന്നേറ്റു. അമ്മ പഴയ കഥകൾ, വള്ളത്തെ പോയ കഥകളൊക്കെ അമ്മ പറയുമായിരുന്നു. അമ്മ കൊതുമ്പ് വള്ളത്തെ പോയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ ഈ കയറി പോകുന്നതാണ് ആർച്ച്. നമ്മൾ ഈ ആർച്ച് കടന്നാണ് ഈ കണ്ടലിങ്ങനെ കൂടി നിൽക്കുന്ന വലിയൊരു ഏരിയയിലേക്ക് പോകുന്നത്. നിഖിൽചേട്ടൻ അവിടെ വള്ളം കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ച് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയമൊക്കെ തന്നു. അപ്പം ഞങ്ങൾ ജാക്കറ്റ് ഊരാതാണ്, ഈ ലൈഫ് ജാക്കറ്റ് ഊരാതാണ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തത്. എന്ന് വെച്ചാൽ ആ സമയത്ത് പോലീസ് പെട്രോളിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ഊരിയില്ല. അഷ്ടമുടിക്കായലിൻ്റെ ഓളമായി കാണുന്നത്. കടലിലെ ചെറിയ ചെറിയ തിരമാലകൾ വരുന്ന പോലെ ഇങ്ങനെ ഓളം തല്ലുവാണ്. അഷ്ടമുടിക്കായൽ വേലിയേറ്റ സമയമാണെന്ന് നിഖിൽചേട്ടൻ മുമ്പേ പറഞ്ഞായിരുന്നു. രണ്ട് മൂന്ന് ആർച്ച് അല്ലേ? ഞങ്ങൾ തിരിച്ച് ഉള്ള മടക്കയാത്ര ഞങ്ങൾ ആർച്ച് കയറി പോവാണേ. സൂര്യാസ്തമനമൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ നമുക്കതിനുള്ള സമയമില്ല. ഏകദേശം 1 മണിക്കൂർ ആകുന്നു. അപ്പം നമുക്ക് കോട്ടയം വരെ പോകണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. മുഖത്തേക്ക് നല്ല സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. അത് കാരണം ഫോട്ടോയ്ക്കകത്തെല്ലാം ഞങ്ങൾ 4 പേരും മിക്ക ഫോട്ടോയിലും കണ്ണടച്ച് നിൽക്കുക തന്നെ. ഇത് വേലിയേറ്റ വേണ്ടി ഈ നടക്കുന്നത്. ഇത് അഷ്ടമുടിക്കായൽ. ഒരു ഹായ് ഹൂയൊക്കെ വെച്ചേ. ഇതേ കണ്ടോ, ഒറ്റയ്ക്കൊരു കണ്ടൽ ചെടി നിൽക്കുന്നുണ്ടോ, പാവം. അതിനാണ് ആ കെട്ടി വെച്ചേക്കുന്നേ. ഞങ്ങൾ കടവിലേക്ക് അടുക്കുവാണ്. ഞങ്ങൾ കടവെത്തി. ചേട്ടൻ വെള്ളം അടുപ്പിച്ചു. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ജാക്കറ്റൊക്കെ ഊരി പതിയെ വള്ളത്തിൽ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ ചേട്ടന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഇനിയും വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ബായ് പറഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. നിഖിൽ ചേട്ടനോട് ഞങ്ങൾ ബായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് പോയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വീണ്ടും യാത്ര തുടരുന്നത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.